ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. അറസ്റ്റിലായ നടൻ അല്ലു അർജുന ഇടക്കാല ജാമ്യം അനുവദിച്ച തെലങ്കാന ഹൈക്കോടതി. കുറ്റം നിലനിൽക്കില്ലെന്നും കോടതി. വിവരങ്ങളുമായി ജിബിൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ജിബിൻ, നടൻ അല്ലു അർജുന താൽക്കാലിക ആശ്വാസമായിരിക്കുന്നു. തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെ? തീർച്ചയായും തന്നെ ആര്യ, ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും തെലങ്കാന ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അല്ലു അർജുനെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതി പറയുന്നത് അനുസരിച്ചുകൊണ്ട് അല്ലു അർജുന് മേൽ മാത്രം കുറ്റം ചാരാനാകുകയില്ല. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൂപ്പർ താരമെന്ന നിലയിൽ അദ്ദേഹത്തിന് പരിപാടിയിൽ പങ്കെടുക്കാനാവില്ല എന്ന് നിർദ്ദേശിക്കാനാവില്ല. ആ നിലയിൽ അത്തരം ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ പങ്കെടുക്കുക എന്നുള്ളത് ആ നിലയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പങ്കെടുക്കാനാവില്ല എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാനാവില്ല എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അല്ലു അർജുനെതിരെ നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തങ്ങൾക്ക് സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൂപ്പർ താരം എന്ന പരിഭാഷ ഉള്ളതിനാൽ തന്നെ പരിപാടിയിൽ പങ്കെടുക്കാനാവില്ല എന്ന് കോടതിക്ക് പറയാനാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ കോടതി അല്ലു അർജുന് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മരിച്ച യുവതിയുടെ കുടുംബത്തോട് തങ്ങൾക്ക് സഹതാപമുണ്ട് എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ആയിരിക്കും ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പരിഗണിക്കുക. ഏതായാലും നിലവിൽ അല്ലു അർജുനെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുകയും അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനെ തുടർന്ന് അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു നിരീക്ഷണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ മരിച്ച യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് താൻ പരാതിയിൽ നിന്നും പിന്മാറാൻ താൻ തയ്യാറാണ്. അല്ലു അർജുൻ പ്രതിയാണ് എന്ന് തനിക്ക് കരുതാനാവില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ യുവതിയുടെ ഭർത്താവ് ഈ കേസിൽ നിന്നും പിന്മാറാൻ തയ്യാറാണെന്ന് എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിരീക്ഷണം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ അല്ലു അർജുന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. ആര്യ, തീർച്ചയായും എന്തായാലും നടൻ അല്ലു അർജുന ഇടക്കാല ആശ്വാസമായിരിക്കുന്നു. ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ജിബിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.